കൃഷ്ണകുമാരനും ഈ സിന്ധു കൃഷ്ണയ്ക്കും മക്കളെ നിലയ്ക്ക് നിർത്താനുള്ള കഴിവ് വേണം. സിനിമയിൽ കുറെ ആറ്റി നിർത്തിയിട്ടൊന്നും കാര്യമില്ല. സ്വന്തം കുടുംബം നോക്കാനുള്ള ഒരു കഴിവും കൂടെ, ഒരു ശേഷി കൂടി കൃഷ്ണകുമാരൻ ഉണ്ടാവേണ്ടത്. കൃഷ്ണകുമാർ എന്ന് പറയുന്ന ആള് എന്തിനാണ് ഈ മക്കളുടെ മുമ്പിൽ ഇത്രയും കണ്ണടയ്ക്കുന്നത്? അതായത് പണം 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 എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് ഇവരൊക്കെ ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ കാണിക്കുന്നത്. കൃഷ്ണ പണം സമ്പാദിക്കുന്നതിനപ്പുറമായിട്ട് കുടുംബത്തിന്റെ സൽപ്പേര് അല്ലെങ്കിൽ അഭിമാനം. സിനിമാ നടനും സീരിയൽ നടനുമായ കൃഷ്ണകുമാറിന്റെ കുടുംബകാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും പിന്നീട് അത് ഡിലീറ്റ് ചെയ്യുകയും ഈ പ്രചരിപ്പിച്ച കാര്യങ്ങളെല്ലാം കോടാനുകോടി ജനങ്ങൾ കാണുകയും അതിനെക്കുറിച്ച് ചർച്ചയാവുകയും വൈറലാവുകയും ഒക്കെ ചെയ്ത കാര്യങ്ങൾ നമ്മൾ കേട്ടറിഞ്ഞതാണ്. അത് ഈ കുറച്ച് ദിവസങ്ങളായി അത് ഡിലീറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ കുറച്ച് പാഠങ്ങൾ നമുക്ക് കിട്ടുന്നത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കാമെന്ന് കരുതുന്നത്. അതായത് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, അതായത് കുടുംബത്തിൽ നടക്കുന്ന ഒരു കാര്യം സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന് പ്രചരിപ്പിക്കുന്നതിന്റെ ഒരു ഉദ്ദേശം അല്ലെങ്കിൽ അതിന് പിന്നിൽ ഉള്ള ആ ചേതോ വികാരം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ കുറേയധികം റീച്ച് കിട്ടി പണം ഉണ്ടാക്കുന്നതിനാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. ഈ കുടുംബകാര്യങ്ങൾ, കുടുംബത്തിൽ നമുക്കറിയാം, കുടുംബാംഗങ്ങൾ എന്ന് പറയുമ്പോൾ സ്വരച്ചേർച്ചയോടുകൂടി കുടുംബാംഗങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുന്നതിനാണ് കുടുംബം എന്ന് നമ്മൾ പറയുന്നത്, അല്ലെ? ഒരു നല്ല കുടുംബം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും അവിടെ വേണ്ടപ്പെട്ട ആൾക്കാർ തന്നെയാണ്. അവിടെ പുറത്തുനിന്ന് വരുന്ന ഒരാൾ അവിടെ ഇല്ല. ഈ അംഗങ്ങളെല്ലാവരും സ്വന്തം മാതാപിതാക്കളും സ്വന്തം മക്കളും തന്നെയാണ് അവിടെ ഉള്ളവര് എല്ലാവരും തന്നെ. അപ്പൊ പിന്നെ കൊച്ചുമക്കൾ വന്ന് ഈ സ്വന്തം അമ്മമ്മയുടെ കാര്യം അല്ലെങ്കിൽ സ്വന്തം അച്ഛമ്മയുടെ കാര്യം വന്ന് ഈ സിന്ധു കൃഷ്ണയുടെ അമ്മയാണ്, അപ്പോൾ അമ്മമ്മയാണ്, അവരുടെ അമ്മയുടെ അമ്മയാണ്, അല്ലെ? ആ അമ്മയുടെ കാര്യം വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് കുറച്ച് കുറ്റം പറയുകയും കുറച്ച് അമ്മമ്മയുടെ കുറെ കുറ്റങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ അത് തെറ്റാണെന്ന് ഈ സിന്ധു കൃഷ്ണ പറയുന്നില്ല. അതുപോലെ കൃഷ്ണകുമാറും കണ്ണടയ്ക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഈ പ്രചരിപ്പിച്ച ഈ അമ്മമ്മയുടെ കൊച്ചുമകളായിട്ടുള്ള തൻവിയാണ്, അതായത് സിന്ധു കൃഷ്ണയുടെ സഹോദരിയുടെ മകളാണ് ഈ തൻവി. ഈ തൻവിയാണ് ആദ്യം ഈ അമ്മമ്മയുടെ കാര്യങ്ങൾ, കുറച്ച് കുറ്റങ്ങളും അമ്മമ്മ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ വിമർശിച്ച് തന്നെ സോഷ്യൽ മീഡിയയിൽ കൊണ്ട് പ്രചരിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ അതിനെതിരായിട്ട്, അതായത് ഒരാളിന്റെ മകള് ഈ കുറച്ച് കുറ്റങ്ങൾ ഇട്ടപ്പോൾ മറ്റേ ആളിന്റെ, അതായത് സിന്ധു കൃഷ്ണയുടെ മകൾ വീടുണ്ടേ. അപ്പൊ പെട്ടെന്ന് സിന്ധു കൃഷ്ണയുടെ മൂത്ത മകളായ അഹാന ഒട്ടും പഠിച്ചില്ല, അവളും ഇതെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു. ഇതൊക്കെ എന്താണ് നടക്കുന്നത്? ഇതൊക്കെ എന്താണ് മനസ്സിലാക്കേണ്ടത്? അപ്പോൾ ഈ വീഡിയോയുമായി നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ ഒരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ഒരു യൂട്യൂബർ ഈ ഒരു കുടുംബത്തിലെ ഒരു കാര്യം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരു കാര്യം പുറത്തേക്ക് ഷെയർ ചെയ്യുമ്പോൾ അത് ഷെയർ ചെയ്യേണ്ട ആവശ്യമുള്ളത് കൊണ്ടായിരിക്കും ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് പേര് പൊങ്കാലയായിട്ട് വരും. എങ്കിൽ കൂടിയും പറയാനുള്ള കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറഞ്ഞില്ലെങ്കിൽ അത് കുറച്ച് ദോഷഫലങ്ങളെ ചെയ്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ സമൂഹത്തിലേക്ക് ഇത്തരം കുറെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്. അതിന്റെ കാരണം, ഒരു കുടുംബത്തിലെ ഈ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ആള് എന്തിനാണ് ഈ മക്കളുടെ മുമ്പിൽ ഇത്രയും കണ്ണടയ്ക്കുന്നത്? അതായത് കണ്ടില്ല കേട്ടില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, പൊതുപ്രവർത്തകനാണ്, ഒരു സിനിമാ താരമാണ്, സീരിയൽ താരമാണ്, വളരെ ഒരു അറിയപ്പെടുന്ന ഒരാള്, ഒരു സമൂഹത്തിലൊരു വിലയും നിലയുമായിട്ട് ജീവിക്കേണ്ട ഒരാളാണ്. കുടുംബത്തിലെ സ്വന്തം കുടുംബത്തിലെ കാര്യം മക്കളായ പെൺമക്കളാണ്, 4 പെൺമക്കളാണുള്ളത്. ഈ പെൺമക്കളായിട്ടുള്ള കുട്ടികൾ ഇതുപോലുള്ള കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും സ്വന്തം അമ്മയുടെ സ്വന്തം മാതാപിതാക്കളുടെ കാര്യങ്ങൾ, ഇതുപോലുള്ള കാര്യങ്ങൾ പറയുകയും സമൂഹത്തിന് മുമ്പിലേക്ക് ഇത്തരം കാര്യങ്ങൾ ഇട്ടെറിഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഈ സിന്ധു കൃഷ്ണയാണെങ്കിലും കൃഷ്ണകുമാറാണെങ്കിലും ഇതിലൊന്നും മറുപടി പറയുന്ന, അല്ല ഇതിനൊന്നും എതിർക്കുന്നില്ല. കുട്ടികളോട് കുട്ടികളെന്ന് പറയാൻ കൊച്ചു കുട്ടികളൊന്നുമല്ല, നല്ല എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരുവിധം പ്രായമുള്ള ആളുകൾ, സ്ത്രീകൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. കൊച്ചു കുട്ടികളൊന്നുമില്ല, കാര്യങ്ങൾ അറിയത്തില്ലാത്ത ഒരൊറ്റ കുട്ടി അവിടെ ഇല്ല. എല്ലാവരും വിവാഹ പ്രായം എത്തി നിൽക്കുന്ന കുട്ടികൾ തന്നെയാണ്. അപ്പോൾ ഈ പെൺമക്കള് എന്തുദ്ദേശിച്ചാണ് ഈ പെൺമക്കൾ ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നുണ്ട്? നിങ്ങൾ വിദ്യാഭ്യാസമുള്ള ആൾക്കാർ പറയുന്നത് പോലെയൊക്കെയുള്ള ഒരു സംസാരത്തിലൂടെയാണ് വരുന്നതെന്നാണ് നിങ്ങൾ സമൂഹത്തിലേക്ക് അറിയിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് വിദ്യാഭ്യാസമുള്ള കുട്ടികളാണെങ്കിൽ, അല്ലെങ്കിൽ വിദ്യാഭ്യാസമുള്ള പെണ്ണുങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ വിദ്യാഭ്യാസമുള്ള പെൺമക്കളാണെങ്കിൽ നിങ്ങൾ അതിൻ്റെതായ ഒരു നിലവാരത്തിലൂടെ സംസാരിക്കൂ. ഈ അമ്മമ്മ എന്ന് പറയുന്ന ആൾ പ്രായമുള്ള ഒരു അമ്മ, അതായത് 75 വയസ്സ് 80 വയസ്സിലോടടുത്ത് നിൽക്കുന്ന ഒരാളാണെന്ന് കണ്ടിട്ട് തോന്നുന്നു. 75 വയസ്സ് പ്രായമായെന്നാണ് അമ്മ പറയുന്നത്. അപ്പൊ 75 വയസ്സ് പ്രായമുള്ള ഒരു അമ്മ എന്തെങ്കിലും കാര്യം കുടുംബത്തിൽ പറഞ്ഞാൽ, അതായത് ഒരു കുടുംബമാകുമ്പോൾ ചിലപ്പോൾ ചെറിയ ചെറിയ പിണക്കങ്ങൾ, ചെറിയ ചെറിയ പരിഭവങ്ങൾ, ചെറിയ ചെറിയ വഴക്കുകൾ, ഇതൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അത് സമൂഹത്തിന് മുൻപിലേക്ക് ഇട്ടുകൊടുക്കുന്നതിന്റെ അതിന്റെ പിന്നിൽ നടക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, റീച്ച് ഉണ്ടാക്കുക, പണം ഉണ്ടാക്കുക. ഈ പണം 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 എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് ഇവരൊക്കെ ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ കാണിക്കുന്നത്. കൃഷ്ണകുമാറിന്റെ മക്കൾക്ക് എല്ലാവരുടെയും വേഷവിധാനങ്ങളൊക്കെ നമ്മൾ എന്നും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ വേഷവിധാനങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ പറയരുതാത്ത കാര്യങ്ങൾ പറയുമ്പോഴും
അതായത് മുത്തശ്ശിക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ അമ്മയുടെ നേർക്കുണ്ടാകുന്ന പരിഹാസ കാര്യങ്ങളാണ്, പരിഹാസ ചൊവ്വയുള്ള സംസാരങ്ങളാണെങ്കിലും അല്ലെങ്കിൽ എന്താണ് ഷൗട്ട് ചെയ്തുകൊണ്ടുള്ള സംസാരങ്ങളാണെങ്കിലും ഈ സിന്ധു കൃഷ്ണയ്ക്കും ഈ കൃഷ്ണകുമാറിനും മക്കൾ ഏത് രീതിയിൽ സംസാരിച്ചാലും, മക്കൾ ഏത് രീതിയിൽ ജീവിച്ചാലും, മക്കൾ ഏത് വേഷമിട്ട് എന്താണ് പേരുദോഷം ഉണ്ടാക്കിയാലും ഇവർക്കൊന്നും യാതൊരു പ്രശ്നവുമില്ല. ഇവർക്കൊന്നും നാണക്കേടെന്ന് പറയുന്നില്ല. അതായത് പേരുദോഷം കേൾപ്പിക്കുന്നതിന് അവർക്കാർക്കും വിഷയമൊന്നുമില്ല. അവർക്ക് പണം മാത്രം സമ്പാദിച്ചാൽ മതി. ഈ പണം മാത്രം സമ്പാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന കുടുംബത്തിന് വരുന്ന സൽപ്പേരാണ് അവിടെ നഷ്ടപ്പെടുന്നത്. ഈ പണം സമ്പാദിക്കുന്നതിനപ്പുറമായിട്ട് കുടുംബത്തിന്റെ സൽപ്പേര് അല്ലെങ്കിൽ അഭിമാനം കളഞ്ഞു കുളിച്ചുകൊണ്ടുള്ള ഈ ജീവിത രീതി അല്ലെങ്കിൽ ആ ജീവിത ശൈലി അല്ലെങ്കിൽ മക്കളുടെ ആ പോക്ക് എന്നൊക്കെ നമ്മൾ പറയും. ആ പോക്കൊന്നും അത്ര ശരിയായ നടപടിയല്ല. ഈ എല്ലാ വീടുകളിലും നമുക്കറിയാം കുടുംബാംഗങ്ങൾ എന്താണ് സ്വരച്ചേർച്ചയോടുകൂടി അല്ലെങ്കിൽ എന്താണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും അത് പറഞ്ഞ് അത് അവിടെ തന്നെ തീർക്കും. അതിനെ നേതൃത്വം വഹിക്കേണ്ടത് ആരാണ്? അതിന് മാർഗദർശിയായിട്ട് കൊടുക്കേണ്ടത് ആരാണ്? അല്ലെങ്കിൽ അവരെ നേർ വഴിയിലേക്ക് നയിക്കേണ്ടത് ആരാണ്? ഈ സിന്ധു കൃഷ്ണയും ഈ കൃഷ്ണകുമാറുമാണ്. അവർക്ക് ഒന്നും മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനോ മക്കളെ ബ്ലോക്ക് ചെയ്യാതെ, അതായത് പറയേണ്ട കാര്യങ്ങൾ പറയരുതാത്ത ഒരു കാര്യങ്ങൾ പറയുമ്പോൾ അത് ബ്ലോക്ക് ചെയ്യാനുള്ള, അതായത് അവിടെ തന്നെ അതിനെ കർശനത്തോടു കൂടി നിർത്താനുള്ള ഒരു കഴിവ് അവരെടുക്കുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാകുന്നത്. എന്താണ് പണം? ആ പണം എന്ന് നിങ്ങൾ വിചാരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സിന്ധുവിന്റെ അമ്മയെ കുറിച്ചാണ് ഇപ്പോൾ ആ മക്കൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു 5 കൊല്ലം കൂടി കഴിയുമ്പോൾ അല്ലെങ്കിൽ 10 വർഷം കൂടി കഴിയുമ്പോൾ ആരെ കുറിച്ച് പറയും? സ്വാഭാവികമായിട്ട് സിന്ധുവിനെ കുറിച്ച് പറയും, അല്ലേ? അങ്ങനെയല്ലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ഈ സിന്ധുവിനെ കുറിച്ചും ഈ കൃഷ്ണകുമാറിനെ കുറിച്ചും ഈ മക്കൾ ഇതുപോലുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയ ഇടുക, അവരെ ഷൗട്ട് ചെയ്ത് സംസാരിക്കുക, അവരോട് എന്താണ് കർശനമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ പറയുക, അവരെ ബഹുമാനമില്ലാതെ അവരോട് സംസാരിക്കുക, എതിർത്ത് സംസാരിക്കുക, ശബ്ദമുയർത്തി സംസാരിക്കുക. ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ മാത്രമേ നിങ്ങൾ ചിന്തിക്കുകയുള്ളൂ. അതുവരെ നിങ്ങൾ ചിന്തിക്കത്തില്ല. ഒരു കാര്യം മക്കൾ കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ അവർക്ക് നേർവഴിയിലൂടെ കാണിച്ചു കൊടുക്കാൻ ഒരു നേതൃത്വം അവിടെ വേണം. ഈ കൃഷ്ണകുമാർ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടോ അല്ലെങ്കിൽ സിനിമയിൽ കുറെ ആറ്റി നിർത്തിയിട്ടോ ഒന്നും കാര്യമില്ല. സ്വന്തം കുടുംബം നോക്കാനുള്ള ഒരു കഴിവും കൂടെ, ഒരു ശേഷി കൂടി കൃഷ്ണകുമാറിന് ഉണ്ടാവേണ്ടതുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ എടുത്ത് എന്താണ് അമ്മാനമാടും. ആ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് താനിരിക്കേണ്ട ഒരു പഴഞ്ചൊല്ലുണ്ട്, താനിരിക്കേണ്ടടുത്ത് താനിരുന്നില്ലെങ്കിൽ ആര് കയറിയിരിക്കും? നായ കയറിയിരിക്കും എന്നുള്ള ഒരു പഴഞ്ചൊല്ല് ആണ് ഇവിടെ തെളിയിക്കുന്നത്. അതായത് കൃഷ്ണകുമാറിനും ഈ സിന്ധു കൃഷ്ണയ്ക്കും മക്കളെ നിലയ്ക്ക് നിർത്താനുള്ള കഴിവ് വേണം. അതേ എന്താണ് പച്ചയായി പറഞ്ഞാൽ കൈക്ക് എല്ലുണ്ടാവണം. പുരുഷന്മാരാകുമ്പോൾ ആ വീട്ടിലെ സ്ത്രീകളെയും ആ വീട്ടിലെ അംഗങ്ങളെയും ചേർത്ത് നിർത്തുക, അതുപോലെ പ്രതികരിക്കേണ്ടത് പ്രതികരിക്കാനുള്ള ഒരു ശേഷി ഉണ്ടാവണം, അതായത് കൈക്കരുത്തുണ്ടാവണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പെൺമക്കളെ നിയന്ത്രിക്കാൻ ഇവിടെ കൃഷ്ണകുമാറിന് കഴിവില്ല. അതൊക്കെ ആ വേഷവിധാനങ്ങളും അവരുടെയൊക്കെ സംസാരവും അവരുടെ ആ നടപ്പും അവരുടെയൊക്കെ ശൈലിയും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താണ്? കൃഷ്ണകുമാറിനും സിന്ധു കൃഷ്ണയ്ക്കും മക്കളെ നിർത്താനുള്ള കഴിവില്ല എന്നാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്ന കാര്യങ്ങൾ.